ഉത്തർപ്രദേശിലെ മഹാകുംഭമേളയിൽ തിക്കിലും തിരക്കിൽപ്പെട്ട നിരവധി ആളുകൾക്ക് പരിക്കേറ്റു. കുറച്ച് ആളുകൾക്ക് മരണമുണ്ടായെന്ന് വാർത്തകളും പ്രചരിക്കുന്നു. ബാരിക്കേഡുകൾ തകർന്നതിനെ തുടർന്നാണ് അപകടമുണ്ടായതെന്ന് സ്പെഷ്യൽ എക്സിക്യൂട്ടീവ് ഓഫീസർ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും സാഹചര്യം വിലയിരുത്തി. ബൽറാം നെടുങ്ങാടി കൂടുതൽ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. ബൽറാം, ഹിന്ദി ടെലിവിഷൻ ചാനലുകളൊക്കെ തന്നെ കുറച്ചുപേർ മരിച്ചു എന്ന രീതിയിലുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ ചില വാർത്തകൾ അങ്ങനെ വരികയാണ്. എന്താണ് കുംഭമേളയെക്കുറിച്ച് നമുക്ക് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ? എസ്.കെ.എൻ, ദുഃഖകരമായ ഒരു സംഭവമാണ് മഹാകുംഭമേളയ്ക്കിടെ ഉണ്ടായിരിക്കുന്നത്. ഇന്ന് പുലർച്ചെയുണ്ടായ തിക്കിലും തിരക്കിലും 10 പേർ മരിച്ചതായുള്ള റിപ്പോർട്ടുകൾ സമൂഹ മാധ്യമങ്ങളിലും ചില മാധ്യമങ്ങളും നൽകുന്നുണ്ട്. എന്നാൽ അധികൃതർ ഇക്കാര്യം ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല. ഔദ്യോഗികമായ സ്ഥിരീകരണം ഇക്കാര്യത്തിൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത. അതേസമയം 50ഓളം പേർക്ക്, 30 സ്ത്രീകൾ ഉൾപ്പെടെ 50ഓളം പേർക്ക് ഈ തിക്കിലും തിരക്കിലും പരിക്കേറ്റതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് അധികൃതർ. എന്നാൽ ഉണ്ടായത് വലിയ തിക്കും തിരക്കുമല്ല എന്നും തിക്കിനും തിരക്കിനും സമാനമായ സംഭവമാണ് എന്നുമാണ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഉൾപ്പെടെയുള്ളവർ സ്ഥിരീകരിക്കുന്നത്. ഈ വലിയ തോതിലുള്ള ആൾക്കൂട്ടം പുണ്യസ്നാനത്തിനായി എത്തിയിരുന്നു. ഇതാണ് ഇത്തരത്തിലൊരു സാഹചര്യത്തിന് ഇടയാക്കിയത്. ഇന്ന് മൗനി അമാവാസ്യ ദിനമാണ്. ഈ സംഘത്തിലെ പ്രത്യേക സ്നാനം, ത്രിവേണി സംഗമത്തിൽ നടക്കുന്ന 6 വിശിഷ്ട സ്നാന ദിനങ്ങളിൽ ഒന്നാണ് മൗനി അമാവാസ്യ. അതിനുവേണ്ടി ഇന്നലെ രാവിലെ മുതൽ തന്നെ വലിയ ആൾത്തിരക്ക് ത്രിവേണി സംഗമത്തിലേക്ക് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം മുതൽ തന്നെ പോലീസ് ഇതിനായുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ആളുകളെ കടത്തിവിടുന്നതിൽ ഉൾപ്പെടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നെങ്കിൽ പോലും പ്രതീക്ഷിച്ചതിലും വലിയ ആൾക്കൂട്ടം ഈ ത്രിവേണി സംഗമത്തിനായി ഇവിടേക്ക് എത്തുകയായിരുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്യാസി സമൂഹങ്ങൾക്കപ്പുറം പൊതുജനങ്ങളും മേള വീക്ഷിക്കുന്നതിന് ഒപ്പം തന്നെ ഈ പുണ്യസ്നാനത്തിനുമായി ഇവിടെ എത്തിച്ചേർന്നതാണ് ഇത്തരം ഒരു സാഹചര്യത്തിന് ഇടയാക്കിയത്. തിക്കിലും തിരക്കിലും ബാരിക്കേഡുകൾ തകർന്ന ആളുകൾ താഴെ വീണതാണ് ഇത്തരത്തിലൊരു അപകടത്തിന് ഇടയാക്കിയിരിക്കുന്നത്. ഈ സാഹചര്യത്തെ അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ് അധികൃതർ, ഉത്തർപ്രദേശ് സർക്കാർ ഉൾപ്പെടെയുള്ളവർ കാണുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 1 മണിക്കൂറിനിടെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമായി 2 തവണ സംസാരിച്ചു. അടിയന്തര നടപടികൾ ഉണ്ടാക്കണമെന്ന നിർദ്ദേശം പ്രധാനമന്ത്രി നൽകിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നേരിട്ട് തന്നെ ഈ സാഹചര്യങ്ങൾ വിലയിരുത്തുകയാണ്. ഒപ്പം ആഭ്യന്തരമന്ത്രി യോഗി ആദിത്യനാഥുമായി സംസാരിക്കുകയും കേന്ദ്രത്തിന്റെ എല്ലാ സഹായവും ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട്. പരിക്കേറ്റവരെ ഇപ്പോൾ സെക്ടർ 2-ലുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയതായി അധികൃതർ അറിയിക്കുന്നുണ്ട്. ഇവർക്ക് വിദഗ്ധ ചികിത്സ നൽകുന്നതിനാവശ്യമായുള്ള എല്ലാ ക്രമീകരണങ്ങളും നടത്തിയതായാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഈ മഹാകുംഭമേളയോടനുബന്ധിച്ച് 15 ദിവസങ്ങൾക്കിടെ ഇതിനകം 15 കോടി തീർത്ഥാടകർ ഇവിടെ എത്തി എന്നാണ് അധികൃതർ പുറത്തുവിടുന്ന കണക്ക്. എന്നാൽ ഈ പുണ്യസ്നാന ദിവസങ്ങളിൽ കൂടുതൽ തിക്കും തിരക്കും ഉണ്ടാകുന്നതാണ് ഇത്തരം ഒരു സാഹചര്യത്തിന് ഇടയാക്കിയതെന്നാണ് വിലയിരുത്തൽ. ഓക്കെ, താങ്ക് യു. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്, 10 പേർ മരിച്ചു എന്ന രീതിയിൽ. ഹിന്ദി ടെലിവിഷൻ ചാനലുകളൊക്കെ തന്നെ ഈ വാർത്തയുമായിട്ടാണ് ഇപ്പോൾ സംപ്രേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്.